നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 354th day. Today 44th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 354 ദിവസം. ഇന്ന് 5-ാമത്തെ അധ്യായത്തിലെ 44-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5-ാമത്തെ അധ്യായത്തിലെ 44-ാമത്തെ ശ്ലോകം. പങ്കദ്വൃദ്ധമന്ദാശ്ച തേബി പാപക്ഷയായ വൈ സമാജസ്തു മഹാഞ്ചാദോ ദേവ വിസ്മയകാരക. ഓം തത്സത്. പങ്ക്വന്ദവൃദ്ധമന്ദാശ്ച തേബി പാപക്ഷയായ വൈ സമാജസ്തു മഹാഞ്ചാദോ ദേവി വിസ്മയകാരക. ഓം തത്സത്. മുടന്തന്മാർ, പങ്കം, കണ്ണു കാണാത്തവർ, വൃദ്ധന്മാർ, വൃദ്ധൻ, മന്ദാശ്ച മൂഢന്മാർ, അതായത് ബുദ്ധി കുറവുള്ളവർ, എല്ലാവരും അവരുടെ പാപക്ഷയത്തിനായിക്കൊണ്ട് സപ്താശ്രവണത്തിനു വേണ്ടി വന്നു. സംഘമായിട്ട് അവിടെ വന്ന ആളുകൾ വളരെ വലുതായിരുന്നു. ആ ദേവന്മാർക്ക് പോലും ഈ ഇത്രയധികം ആളുകൾ ഈ ഭാഗവത ശ്രവണത്തിനായിട്ട് വന്നിട്ട് കണ്ട് ആശ്ചര്യം തോന്നി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, അവനവൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള പാപങ്ങൾ ക്ഷയിപ്പിക്കുവാൻ ശ്രീമദ് ഭാഗവതത്തിന് കഴിയും എന്ന് ഈ പ്രാരബ്ധം അനുഭവിക്കുന്നവർക്ക് തന്നെ അറിയുന്നത് കൊണ്ടാണ് അവരൊക്കെ സംഘമായിട്ട് വന്ന് ഭാഗവത ശ്രവണത്താൽ നമ്മുടെ പാപം അല്പമെങ്കിലും കുറഞ്ഞ് നമുക്ക് ശാന്തി ലഭിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ വന്നു ചേർന്നത്. ഭാഗവത ശ്രവണത്തിൻ്റെ ആ മാഹാത്മ്യം കാണിക്കുവാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് ജനങ്ങൾക്കും അറിയാമായിരുന്നു ഭാഗവത ശ്രവണം തങ്ങളുടെ പ്രാരബ്ധ കർമ്മത്തെ അല്പം കുറയ്ക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മുടന്തന്മാർ, അന്ധന്മാർ, വൃദ്ധന്മാർ, ബുദ്ധിയില്ലാത്ത മൂഢന്മാർ ഇവരൊക്കെ സംഘമായിട്ട് വന്നത്. ഗോകർണൻ സപ്താഹമായിട്ട് ശ്രീമദ് മഹാഭാഗവതം പറയാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞതുടനെ അവിടെ എല്ലാവരും ഒത്തുചേർന്നു. ആ വലിപ്പം ഭാഗവതം കേൾക്കാൻ വന്നവരുടെ കൂട്ടത്തെ കണ്ടിട്ട് ദേവന്മാർ പോലും ആശ്ചര്യപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പങ്ക്വദ്വൃദ്ധമന്ദാശ്ച തേബി പാപക്ഷയായ വൈ സമാജസ്തു മഹാഞ്ചാദോ ദേവവിസ്മയകാരക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.